ഓം കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലദാരികശിര കൃത്വാ കരാഗ്രേഷ്ഠച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ഡസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീം. ഇത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്രപ്രസിദ്ധവുമായ തെള്ളിയൂർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 500-ലേറെ വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിസ്തൃതമായ കാവിനു മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാസന്നിധി സർവ്വവ്യാധികൾക്കും സർവമൃത്യുവിനും ശമനകരം മാത്രമല്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാജ്ഞാനവും നൽകുന്നതും കൂടിയാകുന്നു. ദാരികനെ നിഗ്രഹിച്ച ശേഷം ഭദ്രകാളി തിരിച്ചുവരുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. അമ്മ എന്നർത്ഥമുള്ള തെല്ലി എന്ന വാക്കിൽ നിന്നോ തെളിഞ്ഞു വിശിഷ്ടമായ വിദ്യാകേന്ദ്രം എന്നർത്ഥമുള്ള തെള്ളിയ എന്ന വാക്കിൽ നിന്നോ ആണ് തെള്ളിയൂർ എന്ന സ്ഥലനാമത്തിന്റെ ഉൽപ്പത്തി. ഒരു കാലത്ത് വിദ്യാപീഠവും ന്യായപീഠവും വൈദ്യശാലയും മറ്റും കേന്ദ്രീകരിച്ചിരുന്ന ദേശാധിപത്യമുള്ള ദിവ്യസന്നിധിയായിരുന്നു ഇതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. ശ്രീഭദ്രയോടൊപ്പം കാലയക്ഷിയമ്മയ്ക്കും തുല്യ പ്രാധാന്യം ക്ഷേത്രത്തിലുണ്ട്. നാലമ്പലത്തിനു പുറത്ത് വടക്ക് പടിഞ്ഞാറാണ് യക്ഷിയുടെ ഉപക്ഷേത്രം. കിഴക്ക് അഭിമുഖമായിട്ടാണ് യക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് കാലയക്ഷിയാണെന്നാണ് സങ്കല്പം. കുറിഞ്ഞിക്കാട്ട് കാവിൽ വാണിരുന്ന യക്ഷിയാണത്രേ ഇത്. കിഴക്കേ നടയിൽ വടക്ക് കിഴക്കായി ശിവനെ ഉപദേവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. പുറത്തെ പ്രദക്ഷിണ വഴിയുടെ തെക്ക് പടിഞ്ഞാറ് ഒരു ബ്രഹ്മരക്ഷസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മതിൽക്കെട്ടിനു പുറത്ത് വടക്ക് കിഴക്കായി കാവിനുള്ളിൽ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് കിഴക്കായി ഒരു ചെറിയ കൂടുപോലെയുള്ള ഉപക്ഷേത്രത്തിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കന്നിക്കോണിൽ സാമാന്യം വലിപ്പമുള്ള ഒരു ഉപക്ഷേത്രത്തിൽ മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. അസാധ്യകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നടത്തുന്ന പന്തിരുനാഴി അടനിവേദ്യമാണ് വഴിപാടുകളിൽ പ്രധാനം. കാലയക്ഷിയമ്മയ്ക്കുള്ള വറനിവേദ്യം പ്രസിദ്ധമാണ്. എല്ലാ പരമ്പരാഗത പുണ്യദിനങ്ങളും ധന്യമാകുന്ന ക്ഷേത്രത്തിലെ വാർഷിക വിശേഷം അഥവാ ആട്ടവിശേഷമാണ് വൃശ്ചികം 1 മുതൽ നടക്കുന്ന 41 ദിവസത്തെ കളമെഴുത്തും പാട്ടും. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ധനുമാസത്തിൽ നടത്തുന്ന അടവി പടയണിയും കുംഭമാസത്തിൽ നടത്തുന്ന തൃക്കാർത്തിക മഹോത്സവവുമാകുന്നു. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രം ആറാട്ട് ദിനമായി വരത്തക്ക വിധം നടത്തുന്ന 10 ദിവസത്തെ തൃക്കാർത്തിക മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഇതിനോടനുബന്ധിച്ച് പറക്കെഴുന്നള്ളിപ്പ്, സപ്താഹം, കാവടി വിളക്ക്, പൊങ്കാല, എഴുന്നള്ളത്ത് എന്നിവ വിശേഷാൽ ചടങ്ങുകളായി നടത്തിവരുന്നു. തെള്ളിയൂർക്കാവിന്റെ ശ്രീമൂലസ്ഥാനം കുറിഞ്ഞിക്കാട്ട് കാവാണെന്ന് പരമ്പരാഗതമായ വിശ്വാസമുണ്ട്. ഒരുപക്ഷെ തെള്ളിയൂർക്കാവിൽ യക്ഷിയുടെ മൂലസ്ഥാനമാകാം ഇത്. കിഴക്ക് ദർശനമായിട്ടാണ് കാവ്. ഇവിടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുറിഞ്ഞിക്കാട്ടുകാവിൽ നിത്യപൂജയില്ല. തുലാമാസത്തിൽ സർപ്പങ്ങൾക്ക് 100 പാലും നടത്താറുണ്ട്. കുറിഞ്ഞിക്കാട്ടുകാവിൽ നിന്ന് ദേവിയെ പാട്ടമ്പലത്തിലേക്ക് മാറ്റിയെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് മുൻവശത്ത് ദാരുശില്പ മന്ദിരം സ്ഥിതി ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുൻപ് വരെ വലിയ പടയണി ദിവസമായ ധനുമാസം 10-ാം തീയതിയായിരുന്നു പ്രസിദ്ധമായ കെട്ടുകാഴ്ച നടന്നിരുന്നത്. ഈ കെട്ടുകാഴ്ചയിൽ
ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിരുന്നത് രുക്മിണി സ്വയംവരം തേര് ആയിരുന്നു. രുക്മിണി സ്വയംവര കഥയെ അടിസ്ഥാനമാക്കിയുള്ള ശില്പങ്ങളും ദശാവതാര കഥ പറയുന്ന ശില്പങ്ങളും കൊണ്ടാണ് രഥം അലങ്കരിച്ചിരുന്നത്. ഈ ശില്പങ്ങളാണ് ദാരുശില്പ മന്ദിരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രധാന ശില്പങ്ങളുടെ എണ്ണം 24 ദശാവതാരം 10 കോലങ്ങളും രുക്മിണി സ്വയംവരം 12 കോലങ്ങളുമായാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ളതും തീക്ഷ്ണത കുറഞ്ഞതുമായ തികച്ചും സ്വാഭാവികത തോന്നിക്കുന്ന ചായക്കൂട്ടുകൾ കൊണ്ടാണ് ശില്പങ്ങൾ മൂടി പിടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മറ്റേതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിന് ഇത്രയേറെ ചാരുതയാർന്ന ശില്പങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളാൻ കഴിയുമോ എന്ന് സംശയമാണ്. പുരാണകഥയിലെ കഥാപാത്രങ്ങൾക്ക് രൂപഭാവങ്ങളെ കൊത്തിയെടുത്ത് ശില്പങ്ങളിലേക്ക് ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ചൈതന്യത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഈ രൂപങ്ങൾ ആസ്വാദകരെ അസാധാരണമായ അനുഭൂതികൾ നിറഞ്ഞ ഒരു കാൽപ്പനിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മധ്യതിരുവിതാംകൂറിലെ പ്രസിദ്ധമായ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം വൃശ്ചികം 1 ആരംഭിക്കുന്നു. ക്ഷേത്രത്തിന് മുൻവശമുള്ള ആൽത്തറ മൈതാനത്താണ് വാണിഭം നടക്കുന്നത്. ഈ മഹാസംഗമത്തിന് പല നൂറ്റാണ്ടുകളുടെ എഴുതപ്പെടാത്ത ചരിത്രമുണ്ട്. അവഗണിക്കപ്പെട്ട ഒരു ജനതയുടെ ചൈതന്യം തുടിക്കുന്ന ചരിത്രം. മണ്ഡലച്ചിറ പ്രാരംഭ ദിനമായ വൃശ്ചികം 1 മധ്യകേരളത്തിലെ പട്ടികജാതി വിഭാഗം ഈ മൈതാനത്ത് സംഘടിച്ചിരുന്നു. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഭരദേവതയായ അമ്മയ്ക്ക് കാഴ്ചവെക്കാനായിരുന്നു ഈ സംഗമം. അരയ ജനവിഭാഗം സ്രാവ് എന്ന ഉണക്ക മത്സ്യമാണ് കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ഇന്നും വാണിഭത്തിലെ പ്രധാന ആകർഷണം സ്രാവ് ആണ്. ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അന്യനാടുകളിൽ നിന്നുപോലും ധാരാളം ആളുകൾ അന്ന് തെള്ളിയൂർക്കാവിൽ വരിക പതിവായിരുന്നു. പിൽക്കാലത്ത് ഇത് വൃശ്ചിക വാണിഭമായി മാറി. ഇന്നും വൃശ്ചികം 1 ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിൽ വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും കോഴിയെ പറത്തലും നടത്താറുണ്ട്. കാലത്തിൻ്റെ അപ്രതിരോധ്യമായ പ്രവാഹത്തിൽപ്പെട്ട് തങ്ങളിൽ നിന്ന് അന്യമായി പോയ ഏതോ പൂർവ്വ സംസ്കാരത്തിൻ്റെ മാധുര്യമൂറുന്ന ഓർമ്മകളെയാണ് ഈ മഹാസംഗമം പ്രതിനിധീകരിക്കുന്നത്. കിഴക്കു പടിഞ്ഞാറാണ് പാട്ടമ്പലം. പാട്ടമ്പലത്തിൻ്റെ തെക്കുവശത്തായി ഒരു ശാസ്താക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രനടയിലാണ് പടയണി നടക്കുന്നത്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാട്ടമ്പലത്തിൽ ദേവീ ചൈതന്യം ക്രമാതീതമായി വർദ്ധിച്ചത് കാരണമാണ് ദേവിയെ കുന്നിൻ്റെ തെക്കേ ചെരുവിലുള്ള ഇന്നത്തെ താണസ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. പാട്ടമ്പലത്തിനുള്ളിൽ അടച്ചുകെട്ടിയ ശ്രീകോവിലുണ്ട്. ശ്രീകോവിലിനുള്ളിലായി തെള്ളിയൂർക്കാവിലമ്മയെ സങ്കല്പിച്ച് പീഠവും വാളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ പാട്ടമ്പലത്തിനുള്ളിലാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ഐതിഹ്യപ്പൊരുൾ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ കാളിയുടെ കലി ശമിപ്പിക്കുന്നതിനായി സുബ്രഹ്മണ്യനാണ് രുദ്രരൂപിയായ കാളീരൂപം വരച്ചത്.
ഇതാര് കുറിച്ചു എന്ന കാളിയുടെ ചോദ്യത്തിന് കുറുപ്പ് കുറിച്ചു എന്നായിരുന്നു പരമശിവന്റെ മറുപടി. പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ച് കുറുപ്പന്മാരാണ് ഭദ്രകാളിക്കളം വരയ്ക്കുന്നത്. കാളീരൂപം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ ചുവട് പിടിച്ചാണ് തെള്ളിയൂർക്കാവിൽ എഴുതുന്നത്. വാൾ, കുഠാരം, അമ്പ്, വില്ല്, ചക്രം, ഗദ തുടങ്ങിയ ആയുധങ്ങൾ ഏന്തിയ കാളീരൂപങ്ങളുടെ കൈകളുടെ എണ്ണം 4, 8, 16, 32, 64 എന്നിങ്ങനെ പോകുന്നു. ഈ കളത്തിന് ഉപയോഗിക്കുന്നതെല്ലാം പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികളും അവയുടെ മിശ്രിതം ചേർത്തുണ്ടാക്കുന്ന 18ഓളം നിറങ്ങളുമാണ്. ചുണ്ണാമ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും സമാസമം ചേർത്തിളക്കി ചുവപ്പുണ്ടാക്കുന്നു. വെള്ള നിറത്തിന് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പച്ച നിറത്തിന് വാകയില പൊടിച്ചതും കറുപ്പിന് കരിപ്പൊടിയും ഉപയോഗിക്കുന്നു. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പൊടി നുള്ളിയെടുത്ത് വിരൽപ്പഴുതുകളിലൂടെ വീഴ്ത്തിയാണ് കളങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഇതിനൊപ്പം തന്നെ പുരാണപ്രസിദ്ധമായ ദാരിക നിഗ്രഹം കഥപാടി മാതൃകാരുണ്യം നേടുകയും ചെയ്യുന്നു. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആണ്ടുതോറും വ്രതശുദ്ധിയോടെ നടത്തിവരാറുള്ള അനുഷ്ഠാന മഹോത്സവമാണ് പടയണി. 64 കലകളും കൊണ്ട് സമ്പുഷ്ടമായ പടയണി ബൃഹത്തായ ഒരു അനുഷ്ഠാന കലാശാഖയാണ്. രതിയും രക്തവും ലഹരിയും ബലി നൽകിയിരുന്ന പ്രാക്തന ദൈവസങ്കല്പത്തിൻ്റെ തിരുശേഷിപ്പാകുന്നു പടയണിയും അതിൻ്റെ അനുഷ്ഠാനങ്ങളും. മനുഷ്യൻ്റെയും ദേവതയുടെയും ആത്മസന്നിവേശമാണ് പടയണിയുടെ അന്തസ്സത്ത. പടയണിയുടെ ആദ്യ ചടങ്ങ് ചൂട്ടുവയ്പ്പാണ്. ധനുമാസം 5-ാം തീയതി രാത്രിയുടെ 1-ാം യാമം കഴിഞ്ഞ് ചൂട്ടുവയ്പ്പിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. നാദത്തിൻ്റെ ആദിമഭാവങ്ങൾ ഗണപതിക്കൊട്ട് അഥവാ ദീപക്കൊട്ട് എന്ന പേരിൽ മുഴങ്ങുന്നു. പ്രകൃതിയെ സ്വാധീനിക്കുന്ന അദൃശ്യ ശക്തികളെ ആവാഹനം ചെയ്യുന്ന നാന്ദിയാണ് ഇത്. കളമെഴുതിപ്പാട്ട് നടത്തുന്ന പാട്ടമ്പലത്തിൽ കൊളുത്തിയ ഭദ്രദീപത്തിൽ നിന്ന് പരമ്പരാഗത കുടുംബത്തിലെ അവകാശി ചൂട്ടുകറ്റ കത്തിക്കുന്നു. അതിനുശേഷം കത്തിച്ച ചൂട്ടുകറ്റയുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ആർപ്പോ ഇയോ വിളിയോടെ പ്രദക്ഷിണം പൂർത്തിയായാൽ ശാസ്താ നടയ്ക്ക് മുന്നിലുള്ള പടയണിക്കളത്തിൽ കത്തിച്ച ചൂട്ടുകറ്റ സമർപ്പിക്കുന്നു. തപ്പും കൈമണിയും മേളമായി ഉപയോഗിക്കുന്നു. യജ്ഞാരംഭം കുറിക്കുന്ന ദീപപ്രതിഷ്ഠയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ചൂട്ടുവയ്പ് എന്ന ക്രിയ നടക്കുന്നത്.
അടുത്ത ചടങ്ങ് പുലവൃത്തമാണ്. പുലം എന്ന വാക്കിന് കൃഷിഭൂമി എന്നാണ് അർത്ഥം. കാർഷിക വൃത്തികളിൽ മുഴുകിയവരെയാണ് പുലയർ എന്ന് വിളിച്ചിരുന്നത്. പടയണിയുടെ ആദ്യ ദിവസം മുതൽ ആരംഭിക്കുന്ന പുലവൃത്തം ചടങ്ങ് പുലയരുടെ ഗൂഢസംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നടുക്കുള്ള വിളക്ക് ശ്രീപരമേശ്വരന്റെ വിവിധ ഭാവങ്ങളെയും, ഉടുക്കുന്ന ചുവന്ന പട്ട് തമസ്സിനെ അടിച്ചമർത്തുന്ന ധർമ്മത്തിന്റെ സക്രിയതയെയും സൂചിപ്പിക്കുന്നു. ഐശ്വര്യത്തെ ആവാഹിക്കുന്ന 7, 9, 9ന്റെ ഗുണിതങ്ങൾ എന്നിങ്ങനെ തിരിയിട്ടുയർത്തിവെച്ച വിളക്കിന് ചുറ്റും വൃത്താകാരമായി നിലയുറപ്പിച്ചാണ് ചുവടുകൾ തുടങ്ങുക. പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള തത്വങ്ങളെ അലങ്കാര രൂപത്തിൽ അവതരിപ്പിക്കുന്ന പാട്ടുകളിൽ ഭഗവത് സ്തുതികൾ പ്രകാശം പരത്തുന്നു. ചുവടുകളും ഇതുപോലെ തന്നെ ഗഹനമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ ചുവടുകളെ അനുസ്മരിപ്പിച്ച് നീങ്ങുന്ന കാൽത്താളം കോലം തുള്ളുന്ന ചുവടുകളുടെ സൂചനയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. പുലവൃത്തത്തിലെ ഓരോ പാട്ടിനും ഓരോ ക്രമത്തിലുള്ള ചുവടുകളാണ് ഉപയോഗിക്കുന്നത്. പുലവൃത്തത്തിന് ശേഷം തപ്പുമേളം ആരംഭിക്കുന്നു. പടയണിയിലെ പ്രധാന വാദ്യമാണ് തപ്പ്. രാത്രി 7:30 നാഴിക ഇരുട്ടിയതിനു ശേഷമാണ് തപ്പുമേളം ആരംഭിക്കുക. പ്ലാവിൻ തടി കൊണ്ടുള്ള വളയത്തിൽ പനച്ചിക്കാപ്പശയും പാറപ്പൊടിയും ഉപയോഗിച്ച് വെട്ടിവാർന്ന എരുമത്തോൽ പൊതിഞ്ഞെടുക്കുന്ന അസുരവാദ്യമാണ് തപ്പ്. ഇരുന്ന് വലതുകാൽ നീട്ടി തപ്പ് മുട്ടിൽ വെച്ച് ഇടതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് തപ്പ് ഉറപ്പിച്ചു പിടിച്ച് ഇരുകൈകളും കൊണ്ട് ആയത്തിൽ അടിച്ചാണ് കൊട്ടുന്നത്. താളാക്ഷരങ്ങളനുസരിച്ച് കൈകളും കൈ വീഴേണ്ട ഭാഗങ്ങളും മാറി മാറി വരും. ഇടം കൈയിൽ കകാരങ്ങളും വലം കൈയിൽ തകാരങ്ങളുമാണ് അടിക്കുന്നത്. തപ്പിലെ താളം പിഴച്ചാൽ അവൻ അടുത്ത തവണ കൊട്ടാനുണ്ടാവില്ല എന്ന വിശ്വാസം ചിലർക്കെങ്കിലുമുണ്ട്. കോലം തുള്ളലാണ് പടയണിയുടെ കാതൽ. കമുകിൽ നിന്ന് അടർത്തിയെടുക്കുന്ന പച്ചപ്പാളയുടെ പുറം ചെത്തിയൊരുക്കി നിയതമായ ആകൃതിയിൽ വെട്ടിത്തയ്ച്ച് അതിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരച്ചെടുക്കുന്ന നാട്ടുദേവതാ സ്വരൂപങ്ങളാണ് കോലങ്ങൾ. പടയണിയെ ഏറെ മനോഹരമാക്കുന്ന കോലങ്ങളുടെ നിർമ്മാണ പ്രക്രിയ വളരെ സങ്കീർണമാണ്. കൃത്രിമമായി നിർമ്മിച്ച ഒന്നും പടയണിയിൽ ഉണ്ടാകില്ല. പഞ്ചഭൂതാത്മക പ്രതീകങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന 5 നിറങ്ങളാണ് കോലമെഴുത്തിന് ഉപയോഗിക്കുന്നത്. കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച, വെള്ള എന്നിവയാണ് 5 നിറങ്ങൾ. കറുപ്പ് നിറത്തിന് പച്ചമാവില ഉണക്കി കരിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചുവപ്പ് നിറത്തിന് ചെങ്കല്ല് പൊടിച്ചതും മഞ്ഞയ്ക്ക് മഞ്ഞച്ചെണ്ണ ഇടിച്ചു പിഴിഞ്ഞ നീരും ഉപയോഗിക്കും. വെള്ള പാളയുടെ വെള്ള നിറം തന്നെയാണ്. പച്ച ആവശ്യമുള്ളപ്പോൾ പാളയുടെ പുറം ചെത്താതെ തന്നെ ഉപയോഗിക്കും. ഭൈരവിക്കോലം 51 പാളയിലോ 101 പാളയിലോ 1001 പാളയിലോ ആണ് തീർക്കുക. 51 പാളയിലും 101 പാളയിലും തീർക്കുന്ന കോലങ്ങൾ ഉണങ്ങിയ കമുക് കീറി ചീകിയെടുക്കുന്ന ചട്ടങ്ങളിലാണ് തയ്ച്ചു പിടിപ്പിക്കുക.
കോലപ്പാട്ടുകൾ നാട്ടുദേവതാ സ്തുതികളാണ്. പ്രകൃതിയോട് സമരസപ്പെട്ട് കാർഷിക വൃത്തികൾ അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ഗോത്രവർഗങ്ങളുടെ നിസ്സഹായതയിൽ നിന്നുരുത്തിരിഞ്ഞ പ്രാർത്ഥനകളും അപേക്ഷകളും സ്തുതികളുമൊക്കെയാണ് കോലപ്പാട്ടുകളുടെ അന്തസ്സത്ത. കോലത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് കളത്തിലെത്തിക്കുന്ന ആഹ്ലാദാരവം നിറഞ്ഞ ചടങ്ങാണ് കാപ്പൊലിക്കൽ. ചൂട്ടുകറ്റകൾ, ചെണ്ടമേളം, ആർപ്പുവിളി എന്നിവയോടെ കോലം കളത്തിലെത്തുന്നു. അതോടെ ചെണ്ട കളം വിടുകയും തപ്പ് താളമേറ്റെടുക്കുകയും ചെയ്യുന്നു. പടയണിയെ അതിൻ്റെ ഭാവതീവ്രതയിലേക്ക് നയിക്കുന്ന ഇനമാണ് കോലം തുള്ളൽ. കാളിയുടെ കലി ശമിപ്പിക്കണമെങ്കിൽ കാവിലമ്മയെ ബാധിച്ചിരിക്കുന്ന ദുർബാധകൾ ഒഴിയണം. പിശാചും മാടനും മറുതയും യക്ഷിയുമൊക്കെയാണ് അമ്മയെ ബാധിച്ചിരിക്കുന്നത്. ഓരോ ദേവതയ്ക്കും ഓരോ വേഷമുണ്ട്, ഓരോ രൂപവുമുണ്ട്. ഇങ്ങനെ നിയതമായി രൂപപ്പെടുത്തിയ കോലങ്ങളുമായി കോലപ്പാട്ടിൻ്റെയും തപ്പുമേളത്തിൻ്റെയും അകമ്പടിയോടെ നടത്തുന്ന ചുവടുവയ്പ്പാണ് കോലം തുള്ളൽ. കളത്തിൽ എരിഞ്ഞു കത്തുന്ന ചൂട്ടുവെളിച്ചത്തിലാണ് കോലങ്ങൾ തുള്ളുന്നത്. ഗണപതി കോലമാണ് ആദ്യമായി കളത്തിൽ തുള്ളുന്ന കോലം. നിർവിഘ്നമായ പരിസമാപ്തി അഭ്യർത്ഥിക്കുന്നതോടെ കോലം തുള്ളലിന് ശുഭാരംഭമാകുന്നു. നിഴൽ നോക്കി അടിച്ചു കൊല്ലുന്ന ദുർദേവതയാണ് മാടൻ എന്നാണ് വിശ്വാസം. ശിവസങ്കല്പവുമായി ബന്ധപ്പെടുത്തിയാണ് മാടൻ കോലങ്ങളെ പറ്റിയുള്ള വിശ്വാസം. കാലമാടൻ കാലത്തിൻ്റെ അധിപതിയാണെന്നാണ് വിശ്വാസം.
അനുഷ്ഠാനത്തിന്റെ പിൻബലമോ ദേവതാസങ്കല്പമോ ഇല്ലാത്ത കുതിരതുള്ളലിന് ചിലയിടങ്ങളിൽ കുതിരക്കോലം എന്നും പറയുന്നുണ്ട്. കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുതിരകൾ അരയിലുറപ്പിച്ച് ചമ്മട്ടിയും ധരിച്ച് തലയിൽ വെള്ളമുണ്ടും കെട്ടിയാണ് കുതിരകൾ കളത്തിലെത്തുന്നത്. ഒപ്പം കാക്കി വേഷം ധരിച്ച പട്ടാണിയും ഉണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കേരളവും അറബി നാടുമായുണ്ടായിരുന്ന വാണിജ്യ ബന്ധമാണ് കുതിരതുള്ളലിന്റെ അടിസ്ഥാനം. അന്തരയക്ഷിയുടെ കോലമാണിത്. കിരീട മാതൃകയിലാണ് ഇതിന്റെ രൂപം. ഇരട്ടക്കോലങ്ങളായാണ് ആന്തരയക്ഷിക്കോലം ചുവടുകൾ വയ്ക്കുന്നത്. ഇരുകൈകളിലും കുരുത്തോല തളകളും കുരുത്തോല നഖങ്ങളും ഉണ്ടാകും. മുഖത്ത് മനയോലയോ കരിയോ തേച്ച് എകിറും പല്ലും വെച്ച് കണ്ണും കുറിയും കെട്ടിയാണ് കോലങ്ങൾ കളത്തിലെത്തുന്നത്. അടവി മഹോത്സവത്തിന്റെ പൗരോഹിത്യം വേലനാണ്. വേലൻ സമുദായക്കാർ പരമ്പരാഗതമായി ചെയ്തുവരുന്ന വേലനടവി എന്ന ചടങ്ങ് ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ്. അടവി എന്ന ഉഗ്രമൂർത്തി വേലന്റെ ഉപാസനാമൂർത്തിയാണ്. വേലന്റെ ഉപാസനാമൂർത്തിയായ അടവിയെ ദേവി സ്വന്തമാക്കിയെന്നാണ് ഐതിഹ്യം. അടവി ദിനമായ ധനുമാസം 7-ാം തീയതി പകൽ 4 മണിയോടുകൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. തെള്ളിയൂർക്കാവിൽ ഈ ചടങ്ങ് നടത്താനുള്ള അവകാശം മലങ്കോട്ടയ്ക്കൽ ക്ഷേത്രത്തിലെ പൂജാരിമാരായ വേലൻ സമുദായക്കാർക്കാണ്.
ദ്രാവിഡ രീതിയിലുള്ള ഒരുതരം ആവാഹന ക്രിയയാണ് ഇത്. വേലൻ ആവാഹിച്ചുണർത്തുന്ന സൂക്ഷ്മശക്തികൾ അയാളെ ചില ഉയർന്ന ബോധങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉറഞ്ഞു തുള്ളുന്ന അവസ്ഥയിൽ ചോദിക്കുന്ന ഏതു ചോദ്യത്തിനും ശരിയായ ഉത്തരം തരാൻ കഴിയുമെന്നത് അത്ഭുതകരമാണ്. ഈ ചടങ്ങിന്റെ അവസാനം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്ക് പാട്ടമ്പലത്തിൽ രാത്രി അടവി നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു. വേലനടവ് കഴിഞ്ഞാൽ പിന്നീട് കമുകും പനയും എടുക്കാൻ വേണ്ടി കരക്കാർ യാത്രയാകുന്നു. ദാരികന്റെ കോട്ടയിൽ കടന്ന ഭദ്രകാളി പോർവിളിയുടെ ഭാഗമായി കോട്ടയിലെ മരങ്ങൾ വേരോടെ പിഴുതുമറിച്ചു എന്നാണ് വിശ്വാസം. അതിന്റെ ഭാഗമായിട്ടാണ് കമുകും പനയും ചുവടോടെ പിഴുത് കളത്തിൽ കൊണ്ടുവരുന്നത്. അടവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് പാന അടിക്കുക എന്നത്. പാലമരത്തിന്റെ കുറ്റിയാണ് ഇതിനുപയോഗിക്കുന്നത്. പാന തയ്യാറാക്കുന്നത് പടിയറ കുടുംബത്തിലെ ആശാരിമാരാണ്. അടവി ദിവസം സന്ധ്യയ്ക്ക് പാന പൂജിച്ചതിന് ശേഷം പടിയറ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി പാട്ടമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ നാടിനും സ്വന്തമെന്ന് പറയാവുന്ന എന്തെങ്കിലും സവിശേഷതകളുണ്ടാകും. അതിൽ തെള്ളിയൂർക്കാവിന്റെ സവിശേഷതയാണ് ചൂരൽ അടവി. രാത്രി 11 മണിയോടെയാണ് അടവിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പാട്ടമ്പലത്തിന് മുൻവശത്തായി സമചതുരത്തിൽ 64 കളം വരയ്ക്കുന്നു. ഓരോ കളത്തിലും ഓരോ കരിക്ക് വയ്ക്കുന്നു. ഈ ചടങ്ങിന് വെച്ചൊരുക്ക് എന്ന് പറയുന്നു. പാലക്കമ്പുകൾ മുക്കോണാക്കി പച്ചിലത്തൂപ്പ് കൊണ്ട് തീർക്കുന്ന അടവിക്കൂട്ടുകൾക്ക് പിന്നിലായി അടവി തുള്ളാൻ വ്രതമെടുത്തവർ നിലയുറപ്പിക്കുന്നു. പാന അടിക്കുന്ന ആൾ പാനക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്.
കളത്തിന് അല്പം പുറകിൽ പടിഞ്ഞാറ് മാറി ഒരു ഉരൽ ഉണ്ടാകും. ക്ഷേത്രപ്രദക്ഷിണത്തിന് ശേഷം ഉരലിൽ പാന വെച്ച് പിന്നിൽ നിൽക്കുന്നു. കരിക്കുകൾ വെച്ചിരിക്കുന്ന കളത്തിന് പുറത്ത് കിഴക്കുവശത്ത് മണിക്കാരൻ നിൽക്കുന്നു. ആധാരശക്തികളെ കളത്തിൽ വിളിച്ചു വരുത്തുന്നത് മണിക്കാരനാണ്. കോലങ്ങൾക്ക് പാടുന്നത് പോലെ അടവിക്കും പാട്ടുണ്ട്. പാട്ടിന്റെ അവസാനം മണിക്കാരൻ ഉറഞ്ഞുതുള്ളി പുറകോട്ടു വന്ന് പാനക്കാരനെ തൊടുന്നു. ഈ സമയം ആർപ്പുവിളികളും വാദ്യമേളങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകുന്നു. അനുഗ്രഹം കിട്ടിയ പാനക്കാരൻ കളത്തിൽ നിന്നെടുത്ത് ഉരലിൽ വെക്കുന്ന കരിക്കുകൾ ഒന്നൊന്നായി പാനക്കുറ്റി കൊണ്ട് അടിച്ചുടയ്ക്കുന്നു. അഭ്യാസവും വ്രതവും ആവാഹിത ശക്തിയും ഒന്നിക്കുന്നതാണ് ഈ കരിക്കടി. സാധാരണ നിലയിൽ ഇത്രയും കരിക്കുകൾ തുടർച്ചയായി അടിച്ചുടയ്ക്കുക ആർക്കും തന്നെ സാധ്യമല്ല. ഈ സമയം അടവിക്കൂട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്ന അടവിക്കാർ ഉറഞ്ഞു തുള്ളുന്നത് മറ്റൊരു വിസ്മയമാണ്. ഉറഞ്ഞുതുള്ളൽ മൂർധന്യത്തിലെത്തുമ്പോഴേക്കും തുള്ളൽക്കാർ കളത്തിലെത്തുന്നു.
കരിക്കുടച്ചു കഴിയുമ്പോൾ അടവിക്കാർ പ്രത്യേക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചൂരലിനായി യാത്രയാകുന്നു. കമുകും പനയും ഉയർത്തുന്ന ചടങ്ങാണ് പിന്നീട് നടക്കുക. കമുകും പനയും ഉയർത്തിക്കഴിഞ്ഞാൽ മരമടവി ആരംഭിക്കുന്നു. മരമടവിക്ക് ശേഷം ഉടുമ്പുതുള്ളൽ നടക്കുന്നു. രാത്രിയുടെ അന്ത്യയാമത്തോടടുത്താണ് ചൂരലടവി. കേരളത്തിൽ എല്ലാ വർഷവും ചൂരലടവി നടക്കുന്ന ഏക ക്ഷേത്രമാണ് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. നിറയെ മുള്ളും മൂർച്ച കൂടിയ വക്കയുമുള്ള വള്ളിച്ചെടിയാണ് ചൂരൽ. ഇത് കൂടുതലും കാവുകളിലും വനങ്ങളിലുമാണ് കണ്ടുവരുന്നത്. 10 അടി മുതൽ 60 അടി വരെ ചൂരലിന് നീളമുണ്ടാകും. 3 പ്രാവശ്യം വേലൻ പറ ചാറ്റുന്നതോടെ ചൂരലടവി ആരംഭിക്കുന്നു. 3ാമത്തെ പ്രാവശ്യം പറകൊട്ടി ആർപ്പു വിളിക്കുമ്പോൾ അടവിക്കാർ ചൂരലുമായി കളത്തിലേക്ക് വന്നു തുടങ്ങുന്നു. കാതങ്ങൾ താണ്ടി കാവുകളിൽ നിന്ന് പിഴുതുകൊണ്ടുവരുന്ന കൂർത്ത മുള്ളുകൾ നിറഞ്ഞ ചൂരലുമായി ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നു. ക്ഷേത്രത്തിന് വലം വെച്ചു വന്നതിന് ശേഷം കളത്തിൽ വച്ച ചൂരൽ ശരീരത്ത് ചുറ്റി ഉരുളുന്നു. ചൂരൽ മുള്ളുകളാൽ ദേഹം ചുറ്റപ്പെട്ട അടവിക്കാരനെ കളത്തിൽ നിന്നെടുത്ത് ചൂരൽ ദേഹത്ത് നിന്ന് മാറ്റുന്നു. ചൂരൽ മുള്ളുകൾ ദേഹത്തു കൊണ്ടുണ്ടാകുന്ന മുറിവുകളിൽ നിന്നൂറുന്ന രക്തം കാളിക്ക് തർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം.
ചൂരൽ മുള്ളുകൾ കൊണ്ട് ശരീരം മുറിഞ്ഞാൽ ആ മുറിവുകൾ താനേ ഉണങ്ങുന്നുവെന്നത് ശ്രദ്ധയാകർഷിച്ച കാര്യമാണ്. ചൂരലും വലിച്ചു വരുന്നവരുടെ അസാധാരണ വേഗതയും വിശദീകരിക്കാനാവാതെ നിലകൊള്ളുന്നു. അവസാനമായി ചൂരലുകളുമായി വരുന്നത് മണിക്കാരനും പാനക്കാരനുമാണ്. അവർ ചൂരൽ നടക്കി വയ്ക്കുന്നതോടെ ചൂരലടവിയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. ബലികളിലും വഴിപാടുകളിലും ഇത്രത്തോളം ആത്മസമർപ്പണത്തോടെ സ്വന്തം ജീവരക്തം നൽകിയുള്ള വഴിപാട് വേറെ ഉണ്ടാകാൻ വഴിയില്ല. ഈ കാണുന്നതാണ് പക്ഷിക്കോലം. പോരുകാൽ വെച്ചാണ് പക്ഷിക്കോലം കളത്തിലെത്തുന്നത്. കൈകളിലെ കുരുത്തോല ചിറകും നീണ്ട ചുണ്ടും പക്ഷിക്കോലത്തെ രസകരമാക്കുന്നു.
ശ്രീകൃഷ്ണനെ ബാധിക്കാൻ കംസൻ അയച്ച പക്ഷിബാധയുടെ അന്ത്യം പാടി ഭഗവാനെ സ്തുതിച്ച് കരയിലെ കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള അപേക്ഷയാണ് പക്ഷിക്കോലത്തെ സജീവമാക്കുന്നത്. ഇത് മറുതാക്കോലം. വസൂരിയുടെ ദേവതയാണ് മറുതയെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരിമറുത, കാലകേശി മറുത, ഈശാന്താൽ മറുത, നീലകേശി മറുത, പണ്ടാരമറുത, ആനമറുത എന്നിങ്ങനെ മറുതകൾ പലവിധമുണ്ട്. വസൂരിബാധയുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടിയാണ് മറുതാക്കോലം തുള്ളുന്നത്. ദാരികവധാനന്തരം ശിവാനുഗ്രഹം തേടി ഭദ്രകാളിയുടെ മേൽ വസൂരി വിത്തുകൾ വാരിയെറിഞ്ഞ ദാരികാസുര പത്നിയായ മനോദരിയാണ് പിൽക്കാലത്ത് മറുത ആയതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒറ്റപ്പാളയിൽ തീർത്ത കോലമാണ് കാലയക്ഷിയുടേത്. തെള്ളിയൂർക്കാവിൽ തുള്ളുന്ന കാലയക്ഷി മാതൃദേവതയാണ്. കാലനിൽ നിന്ന് രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് കാലയക്ഷി എന്ന പേര് തന്നെ ഉപയോഗിക്കുന്നത്. പാലാഴി മഥനമാണ് മുഖ്യമായും പാടിവരാറുള്ളത്. മറ്റു ദേശങ്ങളിലെ സങ്കല്പം ഇതിൽ നിന്ന് ഏതാണ്ട് വ്യത്യസ്തമാണ്. വലിയ പടയണി അല്ലെങ്കിൽ സമാപന ദിവസത്തെ പടയണി അനുഷ്ഠിക്കുന്നത് അമ്മയുടെ തിരുമുമ്പിലാണ്. തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ പടയണിക്കളമുള്ള പാട്ടമ്പലം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു.
രണ്ട് ജീവിതകളിലായി കാലയക്ഷിയമ്മയും ശ്രീഭദ്രയമ്മയും എഴുന്നള്ളുന്നു. ദേശാധിപത്യമുള്ളതിനാൽ ഈ എഴുന്നള്ളിപ്പ് ആർഭാടപൂർണമാണ്. പടയണിക്കളത്തിലെത്തുന്ന അമ്മ മക്കളുടെ അനുഷ്ഠാനങ്ങൾ കണ്ട് പ്രസന്നയായി ചിരിച്ചനുഗ്രഹിക്കാൻ വേണ്ടി പാട്ടമ്പലത്തിന് മുന്നിലുള്ള തളക്കല്ലിൽ ഇരുന്നരുളുകയായി. അതുകൊണ്ട് വലിയ പടയണി വളരെ ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടിയാണ് അനുഷ്ഠിക്കുക. വിളക്കിൽ നിന്ന് കത്തിച്ച ചൂട്ടുകറ്റയുമായി പടയണിക്കളത്തിൽ നിരന്നു നിന്നൊരുക്കുന്ന കാഴ്ചാവിശേഷമാണ് ചൂട്ടുകാപ്പൊലി. ദേവിയുടെ പ്രപഞ്ചസ്വരൂപം നിഴലിക്കുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ രൂപങ്ങളുടെ സമർത്ഥമായ മിശ്രണമാണ് ഭൈരവിക്കോലം. ദാരികവധാനന്തരം ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ തനിസ്വരൂപം തന്നെയാണ് ഭൈരവിക്കോലം എന്നാണ് വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട കോലമാണിത്. ഏറ്റവും ഭയഭക്തി ബഹുമാനങ്ങൾ നേടുന്നതും ഈ കോലം തന്നെ. ദാരികവധമാണ് പാട്ടിന്റെ വിഷയം.
ഭൈരവിക്കോലത്തിൻ്റെ രംഗപ്രവേശത്തോടെ കളത്തിലെ പ്രാണശക്തി അസാധാരണമാം വിധം ശക്തമാകുന്നുണ്ട്. പടയണിയിലെ രാജകോലമാണ് കാലൻ. പടയണിയിലെ തുള്ളൽ സമ്പ്രദായങ്ങളെല്ലാം സ്വായത്തമാക്കിയ ഒരു കലാകാരന് മാത്രമേ കാലൻ കോലം തുള്ളാൻ സാധിക്കൂ. കാലൻ കോലം രൂപചാരുത കൊണ്ടും പദവിസ്താരത്താലും ഭക്തിപോഷണ മൂലവും അത്യാകർഷകവുമാണ്. കിരീട സമാനമായ കോലത്തിന് 3-5 മുഖങ്ങളുണ്ടാകും. ചെറിയ ചട്ടത്തിലുറപ്പിക്കുന്ന കോലം ഭയവും ആകർഷണവും ജനിപ്പിക്കുന്നു. കണ്ണും കുറിയും കെട്ടി എകിറും പല്ലും വച്ച് കാലിൽ കച്ചമണി കെട്ടി പുറകുമറഞ്ഞു കിടക്കുന്ന മുടിയണിഞ്ഞ് വലം കൈയിൽ വാളും ഇടം കൈയിൽ പന്തവും പാശവും ഏന്തിയാണ് കാലൻ കോലം തുള്ളുന്നത്. കമ്പം തീർക്കണമൻപിനോട് കവിതയ്ക്കുമ്പം വരുത്തിയിടണം. മാർക്കണ്ഡേയ ചരിതമാണ് കാലൻ കോലത്തിന് പാടുന്ന പാട്ടിന്റെ ഇതിവൃത്തം. ചില സ്ഥലങ്ങളിൽ അജാമിള മോക്ഷവും ശിവമാഹാത്മ്യവും പാടി വരുന്നുണ്ട്. ഞാൻ തവപദം ശ്രീമൽ ഗണേശ വിഭോ ശ്ലോകങ്ങളിലൂടെയും തോം തിമിന്തക താളത്തിലും ഒറ്റടന്തയിലുള്ള പാട്ടുകളിലൂടെയുമാണ് തുള്ളൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്ക് കളത്തിലിട്ടിരിക്കുന്ന ഉരലിൽ തുള്ളൽക്കാരനെ ബലമായി പിടിച്ചിരുത്തും. തുള്ളലിൻ്റെ ചില ഘട്ടങ്ങളിൽ നിന്ന നിൽപ്പിൽ നിന്ന് പുറകോട്ടു ചാടി ഉരലിൽ കയറി നിന്നാകും ചില ചുവടുവയ്പ്പുകൾ.
കാലൻകോലം തുള്ളലിൽ ഒരു കഥാപാത്രം കൂടി രംഗത്ത് വരുന്നുണ്ട്. വാളും പന്തവും പിടിച്ചു വാങ്ങുന്നതും തുള്ളൽക്കാരനെ നിയന്ത്രിച്ചു നിർത്തുന്നതും ഈ കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിന് പ്രത്യേക ചമയങ്ങളൊന്നും ആവശ്യമില്ല. തുള്ളലിൻ്റെ ഏതാണ്ട് മധ്യഘട്ടം കഴിയുമ്പോഴേക്ക് പന്തം പിടിച്ചു വാങ്ങി ആഴിയിലിടുന്നു. ഒറ്റ, ഇരട്ടി, മുക്കണ്ണി, വലിയ മുക്കണ്ണി, തെറ്റിനീക്കം, വെട്ടിമാറ്റം, ചവിട്ടിയിറക്കം, ചവിട്ടിക്കയറ്റം, കോതികാൽ, പോരുകാൽ തുടങ്ങിയ നിരവധി ചുവടുകളും ഒറ്റക്കലായം, ഇരട്ടിക്കലായം തുടങ്ങിയ കലായങ്ങളും നിലനോട്ടം, വെട്ടിനോട്ടം, ചിറഞ്ഞുനോട്ടം, ഉലഞ്ഞുനോട്ടം, കുതറിനോട്ടം തുടങ്ങിയ നോട്ടങ്ങളും കാലൻകോലത്തിൻ്റെ സവിശേഷതകളാണ്. രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തുള്ളൽ കലാകാരന്റെ കായശേഷിയും കലാബോധവും കൊണ്ടാണ് ഹൃദ്യമാകുന്നത്.
ആലോകർ കണ്ടാലകവും താമസമായി ശീലമതിനാൽ മാറുന്നീ തോലിതാനേ മൂലമാണ് കലകം നേരിട്ടിടും താങ്ങളിൽ കയ്യിൽ ഞാൻ തമ്മോരും പണമൊരുത് നീ വാഴികൻ കയ്യിലിപ്പോൾ കാലം വൈകാതെ തന്നിടണം അതിനിയും സംശയിക്കേണ്ടതല്ലോ കൊണ്ടുപോകും വേണം പട്ടൽ കണ്ടു ഭൂതേണോടും പരീശാനനും ബാലൻ തന്നടി വല്ലി കാലമേടോടിങ്ങനെ സുഖമായി കാലാന്തരത്തോളവും ബാലായേറി വരാ വയസ്സു 16 നിനക്കായി വരും വാള് കൈവിടുന്നതോടെ കോലം അതിശക്തമായി ഉറഞ്ഞുതുള്ളി കളമൊഴിയുന്നു. ഇതോടെ ഒരു വർഷത്തേക്ക് കരയിലെങ്ങും അകാലമൃത്യുവോ അപമൃത്യുവോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതെയാകുന്നു. ശിവസാന്നിധ്യം കൊണ്ട് കളം ത്രസിക്കുകയും ചെയ്യുന്നു. പടയണിയിലെ സമാപന കോലമാണ് മംഗളക്കോലം. ഇത് ഒരു ഭൈരവിക്കോലമാണ്. ഇതുവരെ നടന്ന അനുഷ്ഠാനങ്ങളിലെ അറിഞ്ഞോ അറിയാതെയോ നടന്ന പിഴവുകൾ പൊറുക്കാനുള്ള അപേക്ഷ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ഈ സമയത്താണ്. ആടിത്തിമിർത്ത് ദുർബലരായി കളമൊഴിഞ്ഞ ബാധകളെ തർപ്പണം ചെയ്ത് ദേവി സ്വന്തം കാൽക്കീഴിൽ അമർത്തുന്നത് ഈ കോലത്തോടെയാണ്. മംഗളപ്രാണ തരംഗങ്ങളെ കരയിലാകെ പ്രസരിപ്പിക്കുന്നതും ഈ കോലമാണ്. ഇത് കണ്ടു മാത്രമേ കളം വിടാവൂ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ. അങ്ങനെ മംഗളം പാടി അടുത്ത വർഷത്തിനായി കാതോർത്ത് മക്കളും രംഗം വിടുകയായി. അമ്മദൈവങ്ങളും ദേവീസങ്കല്പവും ആഴത്തിൽ വേരോടിയിട്ടുള്ള മധ്യ തിരുവിതാംകൂറിൻ്റെ തനത് സംസ്കാരത്തിൽപ്പെട്ടവയാണ് പടയണിയും അനുബന്ധാനുഷ്ഠാനങ്ങളും. ഒരു ദേശത്തിൻ്റെ ആത്മാവിഷ്കാരവും കൂട്ടായ്മയും ഇത്തരം ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു.